ഫ്രഷ് ഫിഷ് കിട്ടാനും ഇല്ല. കോസ്കോയിൽ നിന്ന് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്ന 2 ഫിഷ് ഇപ്പം അവിടുന്നും കിട്ടുന്നില്ല. അപ്പൊ പിന്നെ നമ്മുടെ ഫ്രണ്ട് വാങ്ങിച്ചത് കേട്ടിട്ട് ഈ ഒരു നോർവേ മാക്രൽ ഒന്ന് വാങ്ങിച്ചതാണ്. ഇത്ര നേരം ഒന്ന് വെള്ളം ഒഴിച്ചിട്ടു. ഒരുപാട് തണുപ്പ് മാറി വരുന്നതിന് മുമ്പ് തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ നമ്മൾ സിങ്കിലിട്ട് തന്നെയാണല്ലോ ഈ ഒരു വെട്ടലും കഴുകലും എല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവറും തൊട്ടിപ്പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിഷൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും നല്ല മണമുള്ള സൊല്യൂഷനൊക്കെ ഇട്ട് നമ്മുടെ സിങ്ക് ഒന്ന് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണമല്ലോ. ഇനി ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്ത കുറച്ച് കുരുമുളക് പൊടിയും പെരിഞ്ചീരകത്തിന്റെ പൊടിയും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ കൂടെ ചേർത്ത് ഇത്തിരി മീൻ കഷ്ണങ്ങൾ ഒന്ന് വറക്കാൻ പുരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. അയിലയൊക്കെ വറക്കുന്ന സമയത്ത് പെരിഞ്ചീരകവും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ ചേർക്കുന്നത് ടേസ്റ്റിനും നമ്മുടെ വയറിനും ഒക്കെ നല്ലതാണ്. ബാക്കി കഷ്ണങ്ങൾ എടുത്ത് മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് പൊടി ഐറ്റംസ് എല്ലാം കൂടെ ഞാനൊന്ന് കുഴച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് ചൂടിനകത്ത് അത് കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് നമ്മുടെ നാടൻ കൊടംപുളിയും കൂടെ ചേർത്ത് തിളച്ചു വന്നപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവൻ നമ്മുടെ നാട്ടുകാരൻ അയില അല്ലാത്തതുകൊണ്ട് ലുക്കിൽ ഇത്തിരി വ്യത്യാസമുണ്ട്. പക്ഷെ കറി വെച്ചിട്ടും വറുത്തിട്ടും നമ്മുടെ നാടൻ അയിലയുടെ ടേസ്റ്റ് തന്നെ. മൺചട്ടിയിൽ കൊടംപുളി ഇട്ട് വെച്ച മീൻ കറിക്ക് 1-2 ദിവസം കഴിയുമ്പോഴാണല്ലോ നല്ല ടേസ്റ്റ് വരിക. അതുകൊണ്ട് രാവിലെ വെച്ച മീൻ കറിയെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാനൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു. ഇനി അടുത്ത ദിവസം കപ്പയും കൂടി റെഡിയാക്കി കൂടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു.